നമ്മുടെ വിദ്യാഭ്യാസം നമ്മളുടെ ഏത് രംഗത്തെടുത്ത് ശ്രീ ജോർജ് കുര്യൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ സർക്കാർ നടത്തിയ വലിയ മുതൽ മുടക്കുകൾ നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രി നോക്കിയാലും കാണും. എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിനെ പോലെ നല്ലൊരു ഹോസ്പിറ്റലാണ് ഇന്ന് എറണാകുളത്തുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് NABH അക്രഡിറ്റേഷൻ കിട്ടിയ 4 ഹോസ്പിറ്റലുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അതായത് ഏറ്റവും വലിയ ഗുണമേന്മയ്ക്ക് ഏറ്റവും ഉള്ള ഒരു അക്രഡിറ്റേഷൻ. ഇത് ചെറിയ മുതൽ ശ്രീ കെ ജേക്കബ് തിരിച്ചെത്താം. ശ്രീ പ്രസാദ് ചാക്കോ, ആരോഗ്യ മേഖലയിലെ സ്വകാര്യവൽക്കരണം അത് ഗ്രാമീണ മേഖലയിൽ ഡോക്ടർമാരുടെ സേവനം പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് ഗുജറാത്തിൽ മാറുന്ന അവസ്ഥയാണ് ഏതാനും വർഷങ്ങളായി കാണുന്നത്. ഇത് സംബന്ധിച്ച താങ്കളുടെ അനുഭവ സാക്ഷ്യം എന്താണ്? It is absolutely true. Now it is so difficult to find doctors to move into the rural areas. But I'm not saying that is a Gujarat specific problem. I think that is a problem which may be widespread all over the country. But Gujarat also, despite its claims that it is one of the most developed states, its human development indicators and health indicators prove beyond doubt that medical services for the poor and for the lower middle class is extremely low in quality. And that one of the reasons being lack of doctors. And most of the medical students, we know it very clearly. We see it every day. They make arrangements in such a way that they do not go to the rural PHCs and rural CHCs, and they just avoid going there. And they have arrangements of marking attendance or marking their services amongst themselves. They manage. They do all that. So one of the reasons for the low health indices, particularly maternity mortality rate and other kinds of health indices, low quality of rural health services, even urban health services for the urban poor, particularly because I can give you the example of the VGH hospital, that is a municipal hospital in Ahmedabad, which has served the poor for a number of decades. Excellent services, and also the BJ Medical College, that's a civil hospital. It was one of the best hospitals in Asia. Today, if you visit those hospitals, you will be forced into tears. The conditions of those hospitals. And VS Hospital even today caters to large numbers of poor patients, and now they are converting that into a medical tourism hub. And a hospital which had about 1,500 beds now will have only around 150 beds or so. These are approximate figures, but they're going to drastically reduce it by to almost by 10 times. So, in the name of development, what is happening is, a complete withdrawal of the state from essential services which the majority of the population of this country requires. And I just gave the example of Ahmedabad city, but that is true for almost all places in Gujarat. യെസ്, ശ്രീ പ്രസാദ് ചാക്കോ മടങ്ങിയെത്താം. ശ്രീ ജോർജ് കുര്യൻ, സർക്കാരുകൾ അപ്രസക്തമാകുന്നു, ആ ഇടപെടലുകൾ അപ്രസക്തമാകുന്നു, അത് ഫലപ്രദമാകുന്നില്ല, കമ്പനികൾ വളരുന്നു, അതേസമയം ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കൂടിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ആപൽ സൂചകങ്ങൾ താഴെത്തട്ടിൽ നിന്ന് കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഇതാണ് ഈ CAG റിപ്പോർട്ട് കൂടി കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ വിശകലനം ചെയ്യാൻ കഴിയുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ താലൂക്ക് ആശുപത്രികളും അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പ്രസാദ് പറഞ്ഞാല് അങ്ങോട്ട് ഇപ്പൊ ജനങ്ങൾ മാർച്ച് ചെയ്യും മീഡിയ വണ്ണിലേക്ക്. കാരണം അത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആശുപത്രിയിൽ പലയിടത്തും ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, മെഡിക്കൽ കോളേജുകളില് ആവശ്യത്തിന് അവിടുത്തെ സ്റ്റാഫില്ല, മരുന്നില്ല. അത് കേരളത്തിലുള്ള കാര്യം അങ്ങനെ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, എല്ലാ കാര്യം പറയും പണ്ട് ഗുജറാത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ കേരളത്തിൽ 50% ആൾക്കാർക്ക് സാക്ഷരത ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും 10 താഴെയായിരുന്നു. അതാണ് ഇപ്പൊ 80-നും 90-ഉമായിട്ട് ഗുജറാത്തിൽ പോയി നിൽക്കുന്നത്. പിന്നെ ആരോഗ്യരംഗത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു സർക്കാരിന്റെ സംഭാവനയല്ല കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത രീതി ശുചിത്വമായിരുന്നു. അതിപ്പോ ഈ സർക്കാരുകൾ തകർത്തിരിക്കുന്നു. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? വിദ്യാഭ്യാസ കാര്യത്തില് അതിവിടുത്തെ മതസംഘടനകളും സാമുദായിക സംഘടനകളും ഒരു പിടി അരി വാങ്ങിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. സർക്കാരിന്റെ സംഭാവനയാണോ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ അംഗീകരിക്കുന്നു.
പക്ഷേ ഈ കേരളത്തിൽ 38 കുട്ടികൾ ഈ അടുത്ത കാലത്ത് മരിച്ചില്ലേ പോഷകാഹാരം ഇല്ലാതെ? പക്ഷേ ശ്രീ ജോർജ് കുര്യൻ, കണക്കുകൾ വളരെ വ്യക്തമാണ്. അത് ഗുജറാത്തിൽ താമസിച്ചാലും കേരളത്തിൽ താമസിച്ചാലും ലോകത്ത് എവിടെ ഇരുന്ന് നോക്കിയാലും രാജ്യത്തിന്റെ വളർച്ച സംബന്ധിച്ച ഇത്തരം ഇൻഡെക്സുകൾ എവിടെയും ലഭ്യമാണ്. ഇതിൽ കൃത്യമായ സ്ഥാനനിർണയവുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇൻഡെക്സുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ 80-നും 90-നും ഇടയിലേ ഉള്ളൂ സാക്ഷരത ഗുജറാത്തില്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിപ്പോ 100% ആക്കാൻ ഉടനെ സാധിക്കില്ല, കുറച്ച് കഴിയുമായിരിക്കും. പക്ഷെ ഈ ഗുജറാത്തിൽ ഒരു വളർച്ചയും ഇല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ നേതാക്കന്മാരെ വളർത്തുന്ന മാധ്യമങ്ങളെ എങ്ങനെ സാക്ഷരതയിൽ വളർച്ചയുണ്ടാവും? 6-നും 9-നും ഇടയ്ക്കുള്ള കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 6-നും 8-നും ഇടയിൽ കുട്ടികൾ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, മീഡിയ വണ്ണിന്റെ ഈ മാതൃകയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗുജറാത്തിലെ മാത്രം കാര്യങ്ങള്, CAG റിപ്പോർട്ട് ഇന്ത്യയിലെയും ലോകത്തിലെ വേറെ സ്ഥലത്തെയും കാര്യമില്ല. അവിടുത്തെ ആരോഗ്യ പ്രശ്നം, അവിടുത്തെ സാക്ഷരതയുടെ പ്രശ്നം, അവിടുത്തെ കക്കൂസിന്റെ പ്രശ്നം വരെയും മീഡിയ വണ്ണിന് ഭയങ്കര താല്പര്യമാണ്. ജോർജ് കുര്യൻ, ഗുജറാത്തിലെ കണക്കുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ള വാർത്തകൾ എടുക്കുമ്പോൾ എന്തിനു ഭയപ്പെടണം? ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ആനന്ദിബെൻ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാനാണ് ശ്രമമെങ്കിൽ ആയിക്കോളൂ. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനെ ഞാൻ എതിർക്കുന്നുമില്ല. യെസ്, ശ്രീ KJ ജേക്കബ്, ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ CAG റിപ്പോർട്ടിൽ ഒന്നുമില്ല എന്നതാണോ വാദം, ജോർജ് കുര്യന്റെ വാദം? അതിനെ അങ്ങനെ തള്ളിക്കളയേണ്ടതുമാണോ? അദ്ദേഹം ഒരിക്കലും ഗുജറാത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഈ വഴിവിട്ട് നൽകുന്ന ആനുകൂല്യങ്ങളെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പ്രശ്നം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന, ന്യായമായിട്ട് കൊടുക്കുന്ന, നയത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഇളവുകൾ ഒന്ന്, അതിൽ CAG സാധാരണഗതിയിൽ അഭിപ്രായം പറയാറില്ല. ഇത് വരുന്നത് വഴിവിട്ട് ചെയ്യുന്ന സഹായങ്ങൾ. അതുകൊണ്ട് എന്താണ്, 10 വർഷം കൊണ്ട് 12 വർഷം കൊണ്ട് അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറി. അദാനിയുടെ എയർക്രാഫ്റ്റിലാണ് ശ്രീ നരേന്ദ്രമോദി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയെന്നുള്ള കാര്യം ശ്രീ ജോർജ് കുര്യൻ പോലും നിഷേധിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ വിഭവങ്ങൾ കുത്തകകൾക്ക് എഴുതി കൊടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പുറത്ത് കൺട്രോളില്ലാതെ വരികയും ചെയ്ത ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഭയക്കേണ്ടത്. അവർ ജനാധിപത്യത്തെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്കയുടെ ഫോറിൻ പോളിസി പലപ്പോഴും തീരുമാനിക്കുന്ന അവിടുത്തെ ആയുധ നിർമ്മാണ കമ്പനികളാകണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഒരു നമ്മുടെ ഇപ്പോൾ BJP-കാരനായ ജോർജ് കുര്യനോ BJP-യുടെ നാഷണൽ എക്സിക്യൂട്ടീവിനോ പോലും ഇല്ലാത്ത വരുന്നത് ഇത്തരം ഇവർക്കായിരിക്കും, ഇത്തരം മുതലാളിമാർക്കായിരിക്കും. അങ്ങനത്തെ ഒരവസ്ഥ നേരത്തെ ഇന്ത്യയിലുണ്ടായിരുന്നു. BJP വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ശ്രീ ജോർജ് കുര്യൻ അടക്കമുള്ള എല്ലാ BJP-കാരടക്കമുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭയക്കേണ്ട ഒരു കാര്യം, ഇത്തരം ആനുകൂല്യങ്ങൾ കൊണ്ട് തടിച്ചു കൊടുക്കുന്ന ആൾക്കാർ തിരിച്ച് സർക്കാർ പോളിസി നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ കാര്യം സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അത് സംസാരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അതില്ലാണ്ട് വരുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. യെസ്, ശ്രീ ജോർജ് കുര്യൻ, എന്തോ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുകൊണ്ട് മാത്രം താങ്കളിലേക്ക് വരുന്നു. സമയപരിമിതിയുണ്ട്. അത് നരേന്ദ്രമോദി പാർട്ടി കൊടുത്ത വാടകയ്ക്കെടുത്ത വിമാനങ്ങളിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആയിരിക്കില്ല. പാർട്ടി വാടകയ്ക്കെടുത്ത കോൺഗ്രസും അങ്ങനെയായിരുന്നു. മറ്റൊന്ന്, ലിബറലൈസേഷനെ എതിർക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. ഈ BJP വരുമ്പം ഭയങ്കര ഭയപ്പെടണം. കോൺഗ്രസ് ആണ് ലിബറലൈസേഷൻ കൊണ്ടുവന്നത്. ഈ സാമ്പത്തിക രംഗത്ത് ആ ചർച്ച പോയിരുന്ന ഞാൻ പിന്തുണയ്ക്കാമായിരുന്നു. പക്ഷെ ആ രീതിയിലേക്ക് പോയില്ല. BJP വരുന്നു, ഗുജറാത്ത് വരുന്നു എന്നല്ല പറഞ്ഞത്. അത് ലിബറലൈസേഷനെ എതിർക്കൂ, അതിനെ അനുകൂലിക്കാം. അതിനെ അനുകൂലിക്കുന്നുണ്ടോ ആ ചർച്ചയെ? തീർച്ചയായിട്ടും. കാരണം ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ഈ ലിബറലൈസേഷൻ. അന്ന് കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞതാ ഇത് പാടില്ല എന്ന്. കോൺഗ്രസുകാർ പറഞ്ഞു രാജ്യം സ്വർഗമാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഒരു സാമ്പത്തിക ക്രമത്തില് ഒരു സ്റ്റെപ്പ് വെച്ചതിന് ശേഷം അത് പുറകോട്ടെടുത്തു കഴിഞ്ഞാൽ ജേക്കബ് സാറിനോട് ചോദിക്കാം എന്താ സംഭവിക്കാന്ന്. എല്ലാം കൂടെ ഇടിഞ്ഞു പറഞ്ഞ് താഴെ വീഴും. സുരേഷ് ബാബു, എല്ലാം വരുത്തി വെച്ചതാണ്. ഇനി പെട്ടെന്നൊരു പിന്മാറ്റം സാധ്യമല്ലാത്തതാണ് പ്രശ്നം. ശ്രീ സുരേഷ് ബാബു, ചോദ്യം ആവർത്തിക്കാവോ? കഴിഞ്ഞ സർക്കാരുകളുടെ UPA സർക്കാരിന്റെ നയങ്ങൾ പിന്തുടരാതെ നിർവാഹമില്ല. ലിബറലൈസേഷൻ തുടങ്ങി വെച്ചു. ഇനി ഒരു പിന്മാറ്റം സാധ്യമല്ലാത്ത രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ഈ സാഹചര്യം. അതിപ്പോ ഇവര് പറയാൻ തുടങ്ങിയത് മെയ് 17 മുതൽക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്.
അധികാരം കിട്ടുമെന്ന് ഉറപ്പുവായ മുതൽക്ക് ആ ആവർത്തനമാണ് വന്നത്. മെയ് 16 വരെ പറഞ്ഞുകൊണ്ടിരുന്നത് UPA കഴിഞ്ഞ 10 വർഷങ്ങളായി തുടർന്നു വന്നിരുന്ന നയവും അതിനു മുമ്പ് 91-ൽ ശ്രീ നരസിംഹറാവു ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളും ഈ നാട്ടിൽ പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കുന്നു. അത് പരിഷ്കരിക്കാൻ, അത് ഇല്ലാതാക്കാൻ, പാവപ്പെട്ടവന്റെ ഉന്നതത്തിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന സമ്പത്തുകൾ തിരികെ പിടിക്കാൻ, ഇങ്ങനെ തുടങ്ങി വളരെ മോഹന സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഒരു കാര്യം ഞാൻ ശ്രീ ജോർജ് കുര്യനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഇവിടെ ഇപ്പൊ മീഡിയ വണ്ണിനോട് അദ്ദേഹം ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഗുജറാത്ത് തെരഞ്ഞെടുക്കുന്നു എന്ന്. ഗുജറാത്ത് തെരഞ്ഞെടുക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സിലാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 12 വർഷമായി ഗുജറാത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുകയാണ്. ഗുജറാത്തിനെ നിങ്ങൾ ഇത്ര സത്യശ്യാമള സുന്ദരമാണ് ഗുജറാത്ത്, അത് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെയും അങ്ങനെയാക്കുകയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് അധികാരത്തിലേറിയത് കൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗുജറാത്തിനകത്ത് എന്തെങ്കിലും അപച്യുതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ശ്രീ ജോർജ് കുര്യൻ പരിതാപപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ശ്രീ സുരേഷ് ബാബു, സമയപരിമിതി വളരെ നന്ദി. ശ്രീ PM സുരേഷ് ബാബു, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ KJ ജേക്കബ്, ശ്രീ പ്രസാദ് ചാക്കോ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.